വെൽക്കം ബാക്ക് ടു റെയ്നീസ് PSC സോൺ. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ. സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികൾ നോക്കാം. കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സേവനങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് ഓൺലൈനായി സുനീതി പോർട്ടൽ മുഖേന അപേക്ഷിക്കാം. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്? ഭിന്നശേഷി വിഭാഗം, ട്രാൻസ്ജെൻഡർ വിഭാഗം, വയോജനങ്ങൾ, പ്രൊബേഷൻ വിഭാഗം. ഇതാരൊക്കെയാ നോക്കാം. ഭിന്നശേഷി വിഭാഗം. ആദ്യത്തേത് വിദ്യാകിരണം. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം. വിദ്യാകിരണം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം. വിദ്യാജ്യോതി. LDC തിരുവനന്തപുരം ചോദിച്ചൊരു ചോദ്യമാണ് വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം. എന്താണ്? ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം. അടുത്തത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്. 1ാം ക്ലാസ് മുതൽ PG പ്രൊഫഷണൽ കോഴ്സ് വരെ സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്. വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, ഡിഗ്രി, PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതി. അടുത്ത ഡിഗ്രി തത്തുല്യ കോഴ്സുകൾ, PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള കേശ് അവാർഡ്. പരിണയം. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം. മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനുള്ള ധനസഹായം. സ്വാശ്രയ. ഭർത്താവ് മരിച്ച ഉപേക്ഷിച്ച തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം. ഇപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ള പദ്ധതികൾ ഇത്രയുമാണ് സുനീതി പോർട്ടൽ വഴി കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? വിദ്യാകിരണം, വിദ്യാജ്യോതി, പിന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ഡിഗ്രി തത്തുല്യ കോഴ്സുകൾക്ക്, PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിജയം കരസ്ഥമാക്കിയവർക്ക് കൊടുക്കുന്ന ക്യാഷ് അവാർഡ്, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ. അടുത്തത് വയോജനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതികൾ നോക്കാം. വയോമധുരം എന്നാണ്. വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം. അതാണ് വയോമധുരം. മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന പദ്ധതി. അപ്പോൾ വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണവും, മന്ദഹാസം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വച്ച് നൽകുന്ന പദ്ധതി. അപ്പോൾ വയോജനങ്ങൾക്കുള്ള പദ്ധതി 2 വയോമധുരവും മന്ദഹാസവും. ഭിന്നശേഷി വിഭാഗർക്ക് വിദ്യാകിരണം, വിദ്യാജ്യോതി, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ക്യാഷ് അവാർഡ്, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ. അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ നോക്കാം. 7ാം ക്ലാസ് മുതൽ ഡിപ്ലോമ, ഡിഗ്രി, PG വരെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. എന്താണ്? 7ാം ക്ലാസ് മുതൽ ഡിപ്ലോമ, ഡിഗ്രി പരീക്ഷ വരെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. ഡിഗ്രി, ഡിപ്ലോമ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ, വിദൂര വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള സഫലം പദ്ധതി. എന്താ സഫലം പദ്ധതി? ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, വിദൂര വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള സഫലം പദ്ധതി. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യത്തിനുള്ള ധനസഹായം. പിന്നെ SRS തുടർ ചികിത്സാ പദ്ധതി, അതായത് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും പോഷകാഹാരത്തിനും തുടർ ചികിത്സയ്ക്കുമുള്ള ധനസഹായം. പിന്നെ വിവാഹ ധനസഹായം. ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് വിവാഹ ധനസഹായം. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ളത് എന്തൊക്കെയാണ്? 7ാം ക്ലാസ് മുതൽ ഡിപ്ലോമ, ഡിഗ്രി, PG വരെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, വിദൂര വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള സഫലം പദ്ധതി. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യത്തിലുള്ള ധനസഹായം. SRS തുടർ ചികിത്സാ പദ്ധതി, ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും പോഷകാഹാരത്തിനും തുടർ ചികിത്സയ്ക്കുമുള്ള ധനസഹായം. വിവാഹ ധനസഹായം. ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് വിവാഹ ധനസഹായം. അടുത്ത പ്രൊബേഷൻ വിഭാഗം. ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പ്രൊഫഷണൽ വിദ്യാഭ്യാസ പദ്ധതികൾ. ജയിൽ മോചിതർ, പ്രൊബേഷണർമാർ,
ജയിലിൽ കഴിയുന്നവരുടെ ആശ്രിതർ, അക്രമത്തിനിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർ, ഗുരുതരമായി പരിക്കേറ്റവർ എന്നിവർക്കായുള്ള സ്വയം തൊഴിൽ സഹായ പദ്ധതികൾ. തടവ് ശിക്ഷ അനുഭവിക്കുന്നവരുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം. അക്രമത്തിനിരയായി മരണപ്പെടുകയോ കിടപ്പിലാവുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം. പ്രൊബേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ പദ്ധതികൾ. ജയിൽ മോചിതർ, പ്രൊബേഷണർമാർ, ജയിലിൽ കഴിയുന്നവരുടെ ആശ്രിതർ, അതിക്രമത്തിനിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർ, ഗുരുതരമായി പരിക്കേറ്റവർ എന്നിവർക്കായുള്ള സ്വയം തൊഴിൽ സഹായ പദ്ധതികൾ. തടവ് ശിക്ഷ അനുഭവിക്കുന്നവരുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം. അതിക്രമത്തിനിരയായി മരണപ്പെടുകയോ കിടപ്പിലാവുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം. ഇത്രയുമാണ് സുനീതി പോർട്ടൽ വഴി സുനീതി പോർട്ടൽ മുഖേന അപേക്ഷിക്കാൻ പറ്റുന്ന വിഭാഗങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഭിന്നശേഷി വിഭാഗം, ട്രാൻസ്ജെൻഡർ വിഭാഗം, വയോജനങ്ങൾ, പ്രൊബേഷൻ വിഭാഗം. ഓക്കെ.